നമുക്കൊന്ന് കോട്ടയം ജില്ലയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് കാണാനുണ്ട്. കോട്ടയം ജില്ലയിൽ ഇന്ന് 70% പോളിംഗ് നടന്നത്. ജില്ലയിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണി. ഈരാറ്റുപേട്ട നഗരസഭയിൽ റെക്കോർഡ് പോളിംഗ് രേഖപ്പെടുത്തി എന്നൊരു വിവരവും കൂടി അവിടുന്ന് പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ശ്രീനിധി, എന്തായാലും സനോജ് സുരേന്ദ്രൻ തയ്യാറാണ് വിശദവിവരങ്ങളുമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് പ്രകാരം കോട്ടയം ജില്ലയിൽ 70% പരം പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. ഈ കണക്കിൽ ഇനി ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. പ്രത്യേകിച്ച് ഇനി അന്തിമ കണക്ക് രാത്രി വൈകിയായിരിക്കും ഒരുപക്ഷെ എത്തുക. ആ കണക്ക് കൂടി വരുമ്പോൾ ഇതിൽ അല്പം നേരിയ വ്യത്യാസം ഉണ്ടാവാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. 11,50,000-ഓളം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. 16 ലക്ഷത്തിൽ പരം വോട്ടർമാർ ഉണ്ടായിരുന്ന സ്ഥാനത്താണ് 11,50,000 പരം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം ത്രികോണ മത്സരം കൊണ്ട് പേരുകേട്ട കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട നഗരസഭയിൽ 84% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അവിടെ ശക്തമായ ത്രികോണ മത്സരമാണ് പല വാർഡുകളിലും കാണാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ ഒരു മാസക്കാലം ഈ ഈരാറ്റുപേട്ട നഗരസഭയിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വീറും വാശിയും ആവേശവുമൊക്കെ ഈ വോട്ടെടുപ്പ് ദിനത്തിലും കാണാൻ കഴിഞ്ഞിരുന്നു. മത്സരിച്ചാണ് മുന്നണികൾ അവരവരുടെ പ്രവർത്തകരെ, വോട്ടർമാരെ ബൂത്തിലെത്തിച്ച് വോട്ട് ചെയ്യിപ്പിച്ച ശേഷം തിരികെ അയച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പല വാർഡുകളിലും മരിച്ചവരും സ്ഥലത്തില്ലാത്തവരും ഒഴികെയുള്ള പരമാവധി ആളുകൾ ഈരാറ്റുപേട്ട നഗരസഭയിലെ പല പ്രദേശങ്ങളിലും വോട്ട് ചെയ്ത് മടങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഈരാറ്റുപേട്ട നഗരസഭയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം വോട്ട് രേഖപ്പെടുത്തിയ ഒരു നഗരസഭ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. അന്തിമ കണക്ക് വരുമ്പോൾ എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്നത്. പൊതുവെ ജില്ലയിൽ സമാധാനപരമായി തന്നെയാണ് തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പൂർത്തിയായത്. ഒരു അനിഷ്ട സംഭവങ്ങളും കാര്യമായി ഒരിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ കഴിഞ്ഞ ഒരു മാസക്കാലം നടന്ന പ്രചരണ പ്രവർത്തനത്തിൻ്റെ വീറും വാശിയും ആവേശവും എല്ലായിടങ്ങളിലും കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇടതുമുന്നണിയെ സംബന്ധിച്ച് ഇടതുമുന്നണി വലിയ പ്രതീക്ഷയിലാണ്. കാരണം കഴിഞ്ഞ തവണ ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തുകളും, അതായത് 11 ബ്ലോക്ക് പഞ്ചായത്തിൽ 10 ഭരിക്കാൻ കഴിഞ്ഞു. 71 ഗ്രാമപഞ്ചായത്തുകളിൽ 51 ഭരണത്തിൽ വരാൻ കഴിഞ്ഞു. ഇത്തവണ നഗരസഭയിലാണ് കഴിഞ്ഞ തവണ UDF അല്പം മേൽക്കൈ ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ നഗരസഭയിലും നേട്ടം കൊണ്ടുവരാൻ കഴിയും എന്നുള്ള ആത്മവിശ്വാസമാണ് ഇടതുമുന്നണിക്കുള്ളത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ അഴിമതി കൊണ്ട് ഏറ്റവും പേരുകെട്ട കോട്ടയം നഗരസഭ ഇക്കുറി തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇടതുമുന്നണിക്കുള്ളത്. അങ്ങനെ ജില്ലയിലുടനീളം മികച്ച വിജയം കരസ്ഥമാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയ്ക്ക് കാരണം പ്രവർത്തകർക്കിടയിലുണ്ടായ ആത്മവിശ്വാസം, ഐക്യം, ആ ഐക്യത്തിൻ്റെയും കെട്ടുറപ്പിൻ്റെയും ഒരു കാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഇടതുമുന്നണി നേതാക്കന്മാർ പങ്കുവച്ചിട്ടുള്ളത്. ഏതായാലും സമാധാനപരമായി കോട്ടയം ജില്ലയിലെ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതെ, അങ്ങനെ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കോട്ടയവും. ഈ കോട്ടയം നഗരസഭ തിരിച്ചു പിടിക്കുക എന്നുള്ളത് അവിടെയുള്ളവർക്ക്, പ്രത്യേകിച്ചും എല്ലാ ഇടതുപക്ഷ പ്രവർത്തകർക്ക് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം അത്രയധികം ഒരു ജനവിരുദ്ധമായ നടപടികളാണ് ഈ കോട്ടയം നഗരസഭയിൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും ആ നഗരസഭ തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസവും അവിടെ വളരെ വലിയ രീതിയിൽ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.